അവരൊക്കെ പറയുന്നൊന്നും വിശ്വസിക്കണ്ട. അതൊന്നും സത്യമല്ല. കുറ്റബോധം കൊണ്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അവര് പറഞ്ഞതിൽ എന്താ തെറ്റ്? ഈ വീടും സ്ഥലവും നിത്യയ്ക്കും കൂടി അവകാശപ്പെട്ടതായിരുന്നില്ലേ? എന്നിട്ടത് അവക്ക് കൊടുത്തോ? എല്ലാം മരുമോക്ക് എഴുതി വെച്ചു. എന്നിട്ട് എന്ത് നേടി നിങ്ങള്? മക്കള് രണ്ടും പോയില്ല. നാട്ടിലങ്ങനെ ഒരു സംസാരമുണ്ട്. ഞാനത് വിശ്വസിക്കുന്നില്ല. നിങ്ങള് വിശ്വസിക്കണ്ട, ഞങ്ങള് വിശ്വസിക്കുന്നുണ്ട്. സ്വത്ത് എഴുതി കൊടുത്തത് തന്നെയാ പ്രശ്നമായത്. അതിലെനിക്കൊരു സംശയമില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പോഴല്ല സംസാരിക്കേണ്ടത്. അച്ഛൻ വയ്യാണ്ടിരിക്കുകയാണെന്ന് അറിയല്ലോ. ഒരു കണക്കിന് പഴയ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടത് വീണ്ടും അവസ്ഥയിലേക്ക് എത്തിച്ചേക്കരുത്. എന്റെ ഭർത്താവിന്റെ ആരോഗ്യം എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാടി. നീ ഇതിൽ ഇടപെടണ്ട. നീ ഇടപെട്ട ഈ കുടുംബം ഈ അവസ്ഥയിലായത്. മതി അമ്മ കുറ്റപ്പെടുത്തിയതൊക്കെ. നമ്മുടെ നിത്യമോളുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് പോരെ ഈ വിചാരണയൊക്കെ. വേറൊന്നുകൂടി അമ്മ മനസ്സിലാക്കിക്കോ. നാട്ടിലടക്കം പറയുന്ന കഥകളെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നതെല്ലാം പകുതി നുണകളോ വെറും ഭാവനകളും മാത്രമായിരിക്കും. അത് പറയുന്നവർക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. ആ ചതിയിലമ്മ വീഴരുത്. വീണ നഷ്ടപ്പെടുന്നത് നിത്യയുടെ മരണത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാനുള്ള അവസരമായിരിക്കും. നിന്റെ ഒരു സഹായം എനിക്ക് വേണ്ടടി. എന്റെ മോളുടെ മരണകാരണം കണ്ടെത്തി തരാൻ എനിക്ക് ഒരുപാട് പേരുണ്ട്. എനിക്ക് അവരുടെ സഹായം മതി. ഇവളെ പോലുള്ളവരായിരിക്കുമല്ലേ സഹായികള്. അമ്മ ഇപ്പോഴും ഒന്നും പഠിച്ചിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. സാരമില്ല, അധികം വൈകാതെ എല്ലാ സത്യങ്ങളും അമ്മയ്ക്ക് മനസ്സിലാവും. അപ്പം അമ്മ എന്റെ മുന്നിൽ വരും കരഞ്ഞുകൊണ്ട്. തെറ്റ് പറ്റിപ്പോയിന്ന് പശ്ചാത്തപിച്ചോണ്ട്. ഇല്ലടി, ഒരിക്കലും അങ്ങനെ ഒരു അവസരം ഉണ്ടാവില്ല. നീ അത് മോഹിക്കുന്നുണ്ടെങ്കിൽ വെറുതെയാ. അത് നടക്കില്ല, നടക്കുകയില്ല. അച്ഛനൊന്ന് ശ്രദ്ധിക്കാൻ പോണ്ട. അമ്മ ഇപ്പോഴും അവന്റെ പക്ഷത്ത്. അത് മാറണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കാക്കേണ്ടി വരും. എന്നോട് വലിയ സ്നേഹമായിരുന്നു പ്രഭുമോളെ അവൾക്ക്. ഞാനെന്ന് വെച്ച അവൾക്ക് ജീവനായിരുന്നു. ഇത് കേട്ടോ, അവൾ എനിക്ക് തന്നതാ. ഇത് അവള് കൊണ്ട് തന്നപ്പോ എനിക്കറിയില്ലായിരുന്നു എന്റെ മോള് പോവാൻ പോവാന്ന്.
കരയല്ലേ? എങ്ങനെ ഞാനിത് സഹിക്കും? ഒന്നല്ല, രണ്ടുപേരാ പോയത്. അതും എന്റെ കൊച്ചുമക്കള്. കല്യാണ പെണ്ണായിട്ട് ഒരുങ്ങി വരേണ്ടവള പട്ടുപൊതച്ച് ഓർക്കാൻ പോലും പറ്റുന്നില്ല. സംഭവിച്ചു പോയി. ഇനി നമ്മൾ സഹിച്ചല്ലേ പറ്റൂ. എന്തോ ഒരു ദോഷം ഈ വീടിനുണ്ട് പ്രഭുമോളെ. ആരോ എന്തോ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനൊന്നും വരേണ്ടതല്ല. അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാനത് ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. ഒരു കാര്യവും ഇവിടെ ഭംഗിയായിട്ട് നടക്കാറില്ല. എന്തിനും തടസ്സമാ. പരിഹാരങ്ങൾ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനൊരു സങ്കടം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. പരിഹാരം എന്താണെന്ന് എനിക്കറിയാം. ഞാനത് ചെയ്യുകയും ചെയ്തേനെ. അപ്പോഴേക്കും മനോഹരൻ ചതിച്ചു കളഞ്ഞില്ലേ. പിന്നെ അവളുടെ കാരുണ്യത്തിൽ കഴിയേണ്ടി വന്നു ഞങ്ങൾക്ക്. ഈ വീടിന്റെ ശാപം ദേവികയാണെന്നാണോ പറയുന്നത്? വേറെ ആരാ? അവള് വന്ന് കയറിയതിനു ശേഷം ദുരന്തങ്ങൾ മുഴുവൻ ഉണ്ടായത്. ഈ വീട്ടില് കുടുംബത്തോട് ഞങ്ങളോട് സ്നേഹമുള്ള ഒറ്റ ആളേ ഉള്ളൂ. അത് ശരത്ത് മോന. പ്രഭുമോളുടെ മോനായതുകൊണ്ട് പറയല്ല. ഇത്രയും നല്ലവനായ ഒരുത്തനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അതെ അതെ, വളരെ നല്ലവനവൻ, സ്നേഹമുള്ളവൻ. അമ്മ ഇങ്ങനെ കരയാതെ. ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. വിഷമുണ്ടല്ലേ? അതൊക്കെ എന്തിനാ നീ അറിയുന്ന? ഞാൻ വിഷമിക്കോ വിഷമിക്കാതിരിക്കോ എന്തെങ്കിലും ചെയ്യും. നിനക്കെന്താ പ്രശ്നം? അല്ല, അഭിനയം അസലാവുന്നുണ്ടെന്ന് പറയായിരുന്നു. ദുഃഖം അഭിനയിക്കാനേ ഇന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും. എന്തോ ഒറിജിനാലിറ്റിയാ. ആ കണ്ണും മൂക്കും മുഖം മുഴുവനും അഭിനയിക്കും. ഞാൻ അഭിനയിക്കുമെന്നാണോ നീ വിചാരിച്ചേ? പിന്നല്ലാതെ. ഇനി ഒറ്റ കാര്യം കൂടി അറിഞ്ഞാ മതി. അല്ല, ഈ ഗ്ലിസറിൻ നീ എവിടെയാ സൂക്ഷിക്കുന്നത്? ഇത്ര പെട്ടെന്ന് നിനക്ക് കരയാൻ പറ്റുന്ന? ഉള്ളിൽ സങ്കടമുള്ള ഒരാൾക്ക് കരയും ഗ്ലിസറിനൊന്നും ആവശ്യമില്ല.